Okay. Magic morning to all. Magic morning, ma'am. Magic morning Okay. to all. Okay. Then നമുക്ക് ഇത് സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇത് സെഷൻ എടുക്കുന്നത് നമ്മുടെ ലീഡ് UX ആൻഡ് UI ഡിസൈനർ ആയിട്ടുള്ള സൈനുദ്ദീൻ സാറാണ്. അപ്പോൾ സൈനുദ്ദീൻ സാറിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ഫോർമുല എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ നല്ല ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈനുദ്ദീൻ സാർ ഇൻവൈറ്റ് ചെയ്യാണ്. സൈനുദ്ദീൻ സർ, പ്ലീസ് വെൽക്കം സർ. Yeah, thank you, Ajisha. Thank you, everyone. So let me share my screen. I think what's disabled participant screen sharing. Screen sharing on allow ചെയ്യാവോ? Okay. രണ്ട് അക്കൗണ്ടിനും ജോയിൻ ചെയ്തിട്ടുണ്ട്. സേവ് സർ. സർ കേൾക്കാവോ? സേവ് സർ ഒന്ന് സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ ഒന്ന് കൊടുക്കാവോ? Okay, before that, everyone technical glitches and so I think they are going to sort it out. So എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതിന് അവർക്ക് എല്ലാവർക്കും സോ ഐ ഷുഡ് വെൽക്കം ഫ്രം മൈ സൈഡ്. സോ ആദ്യമായിട്ട് ബി മാജിക്കിന് ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെ ഒരു അവസരം തന്നതിന്. സോ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാണ് ടോപ്പിക്ക്, എല്ലാവർക്കും അറിയാം. സോ ഇന്ന് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ സ്റ്റിൽ നോട്ട് ഹാപ്പൻ. സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? സർ ഇപ്പൊ ചെയ്യാവേ. ഓക്കെ, നോ പ്രോബ്ലം. സോ എന്തായാലും ഞാൻ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക്, അതായത് ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു സെഷനെ പറ്റി കൂടുതൽ അവയർനെസ് എന്നതിലപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ട ആവശ്യമായിട്ടുള്ള ടൂൾസ് മെറ്റീരിയൽ ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതെന്നായിരിക്കും. പിന്നെ ഈ ടോപ്പിക്കിനകത്ത് എല്ലാവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ വേണം. കാരണം എനിക്കറിയില്ല നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ കാണുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. So based on that, I can guide you. So at any time you can contact me after this session. I am going to share my number. എൻ്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സോ റിഗാർഡിംഗ് ദ ടൂൾസ് ഓർ മെറ്റീരിയൽ ഓർ എനിത്തിങ്. ഓക്കെ. സോ ഐ തിങ്ക് സ്ക്രീൻ ഷെയറിംഗ് ഇസ് സ്റ്റിൽ നോട്ട് വിസിബിൾ. ഓക്കെ, ഇനി നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. എനിക്ക് ഓക്കെ, നോ ഇഷ്യൂസ്. സോ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. എന്താണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ നിങ്ങളുടെ ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ പ്ലീസ് ഫീൽ ഫ്രീ ടു യൂസ്. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. എന്താണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം? എല്ലാവരും പറയുന്നത് കേൾക്കണം അല്ലേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നുള്ളത്? സാമ്പത്തിക സ്വാതന്ത്ര്യം. ദാറ്റ്സ് വൺ വേർഡ് ആൻസർ, റൈറ്റ്? യാ, താങ്ക്സ്. ആരായിരുന്നു പറഞ്ഞത്? ഗുഡ് മോർണിംഗ് സർ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മോശമായതുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തത്. നോ പ്രോബ്ലംസ്. എന്ന് പറഞ്ഞാൽ സഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ടായിരിക്കുക. എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ബുദ്ധിമുട്ടിലേക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങൾ പോവാതിരിക്കുക. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നടന്നു പോവുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായി എന്ന് ഒരു നോർമൽ രീതിയിൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ. സോ എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണോ? വിസിബിൾ അല്ല? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഓക്കെ, നിങ്ങൾ പറഞ്ഞ ആൻസറുകളൊക്കെ റെഡിയാണ്, ശരിയാണ്, വളരെയധികം കറക്റ്റാണ്. സോ നമുക്ക് എന്താ നോക്കാം. ഇത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫിനാൻഷ്യൽ സ്ട്രെസ്സുകൾ അനുഭവിക്കാണ്ട് നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിനാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എൻ്റെ ഒരു അടുത്ത ചോദ്യം, എന്തിനാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ലൈഫിൽ? എന്താണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്? നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്താണ് സംസാരിക്കാം. സോ വൈ ദിസ് ഫിനാൻഷ്യൽ ഫ്രീഡം ഈസ് മാറ്റർ? എന്താണ് ഇതിൻ്റെ ഒരു ഗുണം ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായി കഴിഞ്ഞാലുള്ള? സോ എനി കമൻസ്? അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ നമ്മൾ.
പണം ആവശ്യത്തിന് ഉപയോഗിക്കുക, ബാക്കി നമുക്ക് സേവിങ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് കറക്റ്റ്. സോ നമ്മുടെ എല്ലാ ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്തായാലും നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പീസ് ഓഫ് മൈൻഡ് ആണല്ലേ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇന്ന് മെഡിറ്റേഷനിലും പറഞ്ഞാണ് നമ്മൾ സമാധാനവും സന്തോഷം എന്നുള്ളത്. ഈ സമാധാനം സന്തോഷം ഉണ്ടാവുന്നതിനകത്ത് ഫിനാൻസിനൊരു ഘടകം ഉണ്ടല്ലേ, നല്ലൊരു പാർട്ട് ഫിനാൻസ് വഹിക്കുന്നുണ്ടല്ലേ. മനസ്സിന് സമാധാനം, ഞാൻ പണമാണ് എല്ലാം എന്ന് പറയുന്നില്ല, പക്ഷെ പണത്തിന് ഒരു നല്ലൊരു റോള് ഈ ഒരു മനസ്സമാധാനത്തിന് ഉണ്ട് അല്ലേ. സോ ദ പീസ് ഓഫ് മൈൻഡ് ഈസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ആണ് ഫോളോ പാഷൻ. നമ്മൾ നമ്മുടെ പാഷൻ ഫോളോ ചെയ്യണം. നമ്മൾ ഫിനാൻഷ്യലി ഫ്രീ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൾഫിലൊക്കെ പോകുന്ന കാര്യം 1, 2, 3 വർഷത്തിന് വേണ്ടിയിട്ടാണ് അവർ പോവുക. പക്ഷെ അവർ 10, 20, 30 വർഷം അവരുടെ ജോലിയിൽ, അവിടെ നിന്നല്ല നമ്മുടെ നാട്ടിലൊക്കെ പലവരും അവരുടെ ജോലിയിൽ ഒതുങ്ങി കൂടുന്നുണ്ട്. അവരുടെ പാഷൻ അവർക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ദേ ആർ നോട്ട് ഫിനാൻഷ്യലി ഫ്രീഡം ടു ഡു വാട്ട് ദേ വാണ്ട്. അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫിനാൻഷ്യലി ഫ്രീ അല്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഫാമിലിയോട് ഒരു നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പല ആളുകളും ജോലിയിലും പല കാര്യങ്ങളിലും ബിസിനസ്സാണ്, അവരുടെ പ്രൊഫഷണലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും. ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, അവരുടെ മകള് വളരെ അത്യാഹിതമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പം അവരെ ഭർത്താവിനെ വിളിക്കുമ്പോൾ ഞാൻ ബിസിനസ് ടൂറിലാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഈ മകൾക്ക് അസുഖം കൂടുകയാണ്. അങ്ങനെ ഈ അസുഖം കൂടുമ്പോൾ അവരുടെ ഭാര്യ വിളിക്കുമ്പോൾ പറയും ഞാൻ വരാൻ ഇത്ര സമയമാകും, ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോഴേക്കും ഡോക്ടർമാരൊക്കെ വന്ന് ആ മകളുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഫിക്സ് ആയി. അങ്ങനെ അദ്ദേഹം കയറി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് വെച്ചാൽ. എന്നാൽ അദ്ദേഹത്തിന് മകളുടെ കൂടെ ഇരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല, അതിന്റെ ഭാര്യ കൂടെ സമയമില്ല. അപ്പൊ നമ്മളൊരു പൈസ ഉണ്ടാക്കുന്ന ഒരു യന്ത്രം പോലെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. സോ വി ഹാവ് ടു സ്പെൻഡ് ദാറ്റ് മണി ഫോർ അവർ ഫാമിലി, ക്വാളിറ്റി സമയം ചെലവഴിക്കുക എന്നുള്ളത്. സോ ഈ ഫിനാൻഷ്യലി ഫ്രീ ആണെങ്കിൽ നമുക്ക് നമ്മുടെ നല്ല ക്വാളിറ്റി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫാമിലിയുടെ കൂടെ മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരുടെ കൂടെ, നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ. അതുപോലെ തന്നെ സെക്യൂരിറ്റി എമർജൻസീസിൽ പല ആളുകളും തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസീസ് വരുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ലോണിന്റെ പുറകെ ഒന്നൊന്നായിട്ട് നമ്മൾ പോകുന്നത്. സോ സെക്യൂരിറ്റീസ് ഇൻ എമർജൻസീസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമാകും. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിന്റെ കാര്യം തന്നെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം ഫോർമുല എന്ന് പറയുന്നത്. എന്താ? ഇതൊരു ഹൈപ്പോത്തിസിസ് ഫോർമുല ആണ്. ഇതിനകത്ത് 3 ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ 3 കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇൻകം ജനറേഷൻ പ്ലസ് എക്സ്പെൻസ് മാനേജ്മെന്റ്, ദാറ്റ്സ് പ്ലസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡെപ്റ്റ് എലിമിനേഷൻ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പാർട്ട്. ദെൻ തേർഡ് യു ഹാവ് ടു ആഡ് വിത്ത് പാസീവ് ഇൻകം സ്ട്രീം. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഇൻകം പ്ലസ് എക്സ്പെൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്ക് ഉണ്ടാവുന്ന ഗുണം വെച്ചാൽ എൻഷുർ ദാറ്റ് ഹാവ് എ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ. എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഓവർ സ്പെൻഡിങ് കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോ നമ്മുടെ കയ്യിലാണ്. ഫോർ എക്സാമ്പിൾ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നമ്മളെല്ലാവരും രാജാക്കന്മാരാണ്. അതെന്താ? നമുക്ക് സാലറി കിട്ടും. ബാക്കി അങ്ങോട്ട് മന്ത് എൻഡെല്ലാം നമ്മൾ ഭിക്ഷക്കാരെക്കാളും കഷ്ടമാണ് ചില സമയത്ത് നമ്മൾ പറയേണ്ടി വരും. കാരണം ആ സമയത്ത് നമ്മൾ എന്താ പറയുക, കുട്ടികളെ കൊണ്ട് പുറത്തു പോകാൻ പേടിയാണ്, ഭാര്യയെ കൊണ്ട് പുറത്തു പോകാൻ പേടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് മച്ച് സഫിഷ്യൻറ്റ് ബാലൻസ് ഇൻ അവർ ബാങ്ക്. നമ്മൾ അവരെ കൊണ്ട് പുറത്തു പോകാൻ പോലും മടിക്കുന്ന പല ഫാമിലി എനിക്ക് നേരിട്ടറിയും, ഞാനും അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡെപ്റ്റ് എലിമിനേഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പാദ്യം, അത് നിങ്ങൾ എന്താണെങ്കിലും, 1 രൂപയാണെങ്കിലും 1 ലക്ഷമാണെങ്കിലും, നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നോ നിങ്ങളുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യത്തെ എങ്ങനെ വളർത്താൻ പറ്റും, എങ്ങനെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് കുറച്ചുകൊണ്ട് എങ്ങനെ വളർത്താൻ സഹായിക്കും എന്നുള്ളതാണ് ഈ 2ാമത്തെ ഘടകം എന്ന് പറയുന്നത്. 3ാമത്തെന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ജോലി ചെയ്യാതെ തന്നെ നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തതാണ്. വാരൻ ബഫറ്റ് ഉണ്ട്, അദ്ദേഹം പറഞ്ഞൊരു വാക്കുകളുണ്ട്, എന്ന് നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങുന്നു അന്നാണ് നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടാവുക എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഓരോന്നിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ക്വിക്കായിട്ട് ഓടിച്ചു പോകാം. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു മേഖലയാണ്. കാരണം ഞാനൊരു ഇൻവെസ്റ്ററാണ്, ഒരു IT പ്രൊഫഷണൽ കൂടിയാണ്. സോ അതാണ് ഇന്ന് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റുള്ളതെല്ലാം നമ്മുടെ അവയർനെസ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും നമുക്ക് ഒന്ന് ഓടിച്ചു പോയി നോക്കാം. വാട്ട് ഇസ് ഇൻകം ജനറേഷൻ?
നമുക്ക് മന്ത്ലി നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടായി. അത് നമ്മുടെ ബിസിനസ്സിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിയിൽ നിന്നോ ഏതിൽ നിന്നാണെങ്കിലും, അതല്ലെങ്കിൽ നമ്മുടെ ഫ്രീലാൻസ് വർക്കോ പാർട്ണർഷിപ്പോ ഏത് രീതിയിൽ നിന്നാലും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള മന്ത്ലി ഇൻകം വന്നുകൊണ്ടിരിക്കണം. ഈ ഇൻകം വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ഇൻഫ്ലേഷൻ ഉണ്ട് നമ്മുടെ ലോകത്ത്, അല്ലേ? നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ 7% ആണ്. നമുക്ക് കിട്ടുന്ന സാലറി ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഏത് വരുമാനമാണെങ്കിലും ഓരോ വർഷവും നമ്മൾ 7% മിനിമം നമ്മളത് കൂട്ടിക്കൊണ്ടിരിക്കണം. കാരണം 7% എന്ന ഇൻഫ്ലേഷൻ ആണ്, വില വർധനവ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിത ചെലവുകൾ കൂടുന്നുണ്ട്. അപ്പൊ മിനിമം 10 to 15% നമ്മുടെ സാലറിയിലോ നമ്മുടെ വരുമാനത്തിലോ കൂടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ നമുക്ക് കാലത്തിനൊപ്പം നമ്മുടെ സേവിങ്സ് കൂട്ടിക്കൊണ്ടു പോകാനോ നമുക്ക് ഒരിക്കലും പറ്റില്ല. സോ വി ഹാവ് ടു ഇൻക്രീസ് അവർ മന്ത്ലി ഇൻകം. അതെങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം? അപ്സ്കിൽ ചെയ്തുകൊണ്ട് ചെയ്യാം, അതല്ലെങ്കിൽ പ്രൊമോഷൻസ്, അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തേടാം, അതല്ലെങ്കിൽ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യാം. നമുക്കറിയാം കൊറോണ നമ്മുടെ മുന്നിലുണ്ടായിരുന്നതാണ്. കൊറോണ വന്ന സമയത്ത് പല ആളുകളും, പല ട്രെയിനേഴ്സ് വരെ ഔട്ട് ഓഫ് മാർക്കറ്റ് ആയിട്ടുണ്ട്. കാരണം എന്താ? അവർ അപ്സ്കിൽ ചെയ്യാത്തത് കൊണ്ട്, അതുപോലെ അവർ ഡൈവേഴ്സിഫൈ ചെയ്യാൻ റെഡി അല്ലാത്തതുകൊണ്ട്. കൊറോണ എന്ന ഒറ്റ കാരണം കൊണ്ട് ആളുകൾ ഡൈവേഴ്സിഫൈ ആയതുകൊണ്ട് പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ സ്വീകരിച്ചത് കൊണ്ടും ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. സോ നമ്മുടെ മുന്നിൽ തെളിവുകളാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എക്സ്പെൻസ് മാനേജ്മെന്റ്. എന്താണ് ഈ എക്സ്പെൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും എക്സ്പെൻസ് ഉണ്ട്, അല്ലെ? മന്ത്ലി സാലറി കിട്ടിയാൽ അതിനൊരു എക്സ്പെൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ചെയ്യേണ്ട കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയുന്ന ബഡ്ജറ്റിങ്. എന്താണ് ഈ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ മാസം കിട്ടുന്ന ചെലവിന് അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അടുത്ത വീട്ടിലുള്ള ആള് ബൈക്ക് മേടിച്ചാൽ നമ്മൾ ബൈക്ക് മേടിക്കണം, അടുത്ത വീട്ടിലെ ആള് കാറ് മേടിച്ചാൽ നമ്മളും കാറ് മേടിക്കണം എന്നല്ല. ഒരുപക്ഷെ നിങ്ങൾ ഒരേ ജോലിയിലായിരിക്കും, ഒരേ ബിസിനസ് ആയിരിക്കും ചെയ്യുന്നത്, നിങ്ങൾക്കറിയില്ല അവരുടെ സോഴ്സ് ഓഫ് ഇൻകം, അവർക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കില്ല ഉണ്ടാവുന്നത്. സോ നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാണ്. നമ്മുടെ സാലറിക്ക്, നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാനുള്ള എക്സൽ ഷീറ്റ് മറ്റുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ എന്നെ മെസ്സേജ് അയച്ചാൽ ഞാൻ അയച്ചു തരാം, നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ടുള്ളത്. സോ ദാറ്റ് ഈസ് കോൾഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇത് സെറ്റ് ചെയ്താൽ മാത്രം പോരാ, ഓരോ മാസം കഴിയുമ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച, നമ്മൾ പ്ലാൻ ചെയ്ത ബഡ്ജറ്റിന്റെ രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നതെന്നും കൂടെ നമ്മളത് ട്രാക്ക് ചെയ്യണം. സോ ഇതിന് ഒരുപാട് ആപ്പുകളും കാര്യങ്ങളുണ്ട്. സോ ഐ വിൽ ഷെയർ വിത്ത് യു. പിന്നെ അൺനെസസറി സ്പെൻഡിങ്. ഇവിടെ ഏറ്റവും നമ്മൾ ആളുകൾക്ക് അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് നീഡ്സും വാണ്ട്സും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റൂ, എന്താണ് നീഡ്സ്, എന്താണ് വാണ്ട്സ് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയാം എന്താണ് നീഡ്സ് നമ്മുടെ ലൈഫിൽ? നിങ്ങൾ ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. എനിബഡി, എന്താണ് നീഡ്സ് നമ്മുടെ ജീവിതത്തിൽ? ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? വായു. ഓക്കെ, ശ്രീഷ്ണ ഷിബു, tell me. ഭക്ഷണം, വസ്ത്രം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് നീഡ്സ്. വാണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച്, ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂ എന്നുള്ള കാര്യങ്ങൾ. ഇത് തമ്മിൽ പല ആളുകൾക്കും തിരിച്ചറിയാൻ പോകാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ ഓവർ സ്പെൻഡിങ് ആവുന്നത്, നമ്മളെ ബഡ്ജറ്റ് പ്ലാൻ ഒക്കെ ബ്രേക്ക് ആയി പോകുന്നത്. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് നീഡ്സ് ആൻഡ് വാണ്ട്. എന്നിട്ട് ഈ വാണ്ട്സിനെ നമുക്ക് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത്. പക്ഷെ നമ്മൾ ഈ വാണ്ട്സിന് വേണമെങ്കിൽ നമുക്ക് പ്രോക്രാസ്റ്റിനേറ്റ് നീട്ടി വെക്കാം. നമുക്ക് ഇങ്ങനെ നമുക്ക് കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ റൂൾ, 50-30-20 റൂൾ. എല്ലാവർക്കും അറിയുന്നതാണ്. 50% നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 50% നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക, നിങ്ങളുടെ ഭക്ഷണം, ഹെൽത്ത്, ഫുഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ദെൻ 30% എന്ന് പറഞ്ഞാൽ സേവിങ്സ് ആണ്. 20% എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്, ഒരു ട്രിപ്പിന് പോകുന്ന, ഒരു എക്സ്പെൻസീവ് ഷൂ വാങ്ങുന്നത്, ഇതിലുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന പോലെ ഇതൊരു റൂളാണ്. പക്ഷേ ഈ റൂളിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. എങ്ങനെ? ഞാൻ പറഞ്ഞു 50% ആണ് നിങ്ങളുടെ നീഡ്സ്. ആ നീഡ്സിലേക്ക് നിങ്ങളുടെ സേവിങ്സ് 50-യോ അതിനേക്കാളും കൂടുതൽ നിങ്ങൾ എന്നെത്തിച്ചേരുന്നു, ദെൻ യു ആർ ഫിനാൻഷ്യലി ഫ്രീഡം. അതിനെന്ത് വേണം? നമ്മുടെ ഇൻകം കൂട്ടണം. ആ ഇൻകം കൂട്ടിയിട്ട് 50% നമ്മുടെ സാലറി നീഡ്സിലേക്ക് മാറ്റുന്നതിന് പകരം അത് നമ്മുടെ സേവിങ്സിലേക്ക് മാറ്റുന്ന ഒരു സിറ്റുവേഷൻ വേണം. 50-ൽ നിന്ന് 60-ലേക്ക്. ഒരു 10,000 വാങ്ങുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ 1 ലക്ഷം 2 ലക്ഷം വരുമാനമുള്ളവർ ഒരിക്കലും 50%ലേക്ക് അവന്റെ നീഡ്സിനെ കൊണ്ടുപോകരുത്. അവിടെ അദ്ദേഹം സേവിങ്സിലേക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് പെർസെൻറ്റേജ് കൂട്ടണം. സോ ദിസ് ഈസ് ദ കോമൺ റൂൾ വി ഹാവ് ടു യൂട്ടിലൈസ് വിത്ത് അവർ സാലറി ഓർ ഇൻകം.
ഞാൻ ടൂൾസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എക്സൽ ഷീറ്റ് തന്നെ വേണമെന്നില്ല, ഈ മൊബൈൽ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഡെയിലി എക്സ്പെൻസ് ട്രാക്ക് ചെയ്യും, നിങ്ങളുടെ മന്ത്ലി ബഡ്ജറ്റുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. മൈ മണി എന്ന് പറഞ്ഞ ആപ്പുണ്ട്, ഇൻ മൈ വാലറ്റ്, ആക്സിയോ, ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്യുക പോലും വേണ്ട. നിങ്ങൾ ഓൺലൈൻ പേ ചെയ്യുമ്പോൾ ഒരു ഷോപ്പിലായിട്ടുണ്ടെങ്കിൽ എന്താണ് പേ ചെയ്യുമ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക് എടുത്തുകൊണ്ട് SMS റീഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും കാറ്റഗറി വൈസ് ഏതൊക്കെ രീതിയിലാണെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ തരം തിരിച്ചുകൊണ്ട് നിങ്ങൾ മന്ത്ലി കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ആപ്പുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കോൾ മീ ഓർ യു ക്യാൻ ടെക്സ്റ്റ് മീ. ഞാനിവിടെ ഒരു സംഭവം, ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? 7 സംഭവങ്ങൾ ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ പിക്ചറിന്. ഇതെന്താണ്? നിങ്ങൾക്ക് ചാറ്റ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. വണ്ടേഴ്സ്. കറക്റ്റ്, താങ്ക് യു സാർ. ഇത് ലോകത്തിലെ, മണി സാറാണ് പറഞ്ഞത്, ലോകത്തിലെ 7 വണ്ടേഴ്സ് ആണ്. ഇനി ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ മണി സാറേ, ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്താ? 7 അത്ഭുതം നിങ്ങൾ പറഞ്ഞു, 8ാമത്തെ അത്ഭുതം എന്താ? ഇറ്റ്സ് ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. മനുഷ്യനാണ്. മനുഷ്യനല്ല. ഓക്കെ, ദാറ്റ്സ് കറക്റ്റ്, ബട്ട് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇതാണ് നമ്മൾ ഫിനാൻസിൽ പറയുന്ന 8ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത്, പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഈ കാര്യം കൊണ്ടല്ലോ, ഇതിന്റെ ഒരു ചാർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് ഏറ്റവും താഴെയുള്ള ഗ്രീൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യം കണ്ടോ? അതായത് താഴെ കൊടുക്കുന്ന വർഷമാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 30 വർഷത്തെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു $500 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, സാധാരണ പല ആളുകളും ചെയ്യുന്നതാണ്, നമ്മുടെ നാട്ടിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപ, 750 രൂപ, 600 രൂപ ഇങ്ങനെയൊക്കെ പറയും അല്ലെ, 2000 രൂപ വരെയൊക്കെ കിട്ടുന്നത്. അങ്ങനെ കൊടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഏകദേശം നിങ്ങൾ 2-3 ഇരട്ടിയാവുള്ളൂ ഈ 30 വർഷം കൊണ്ട്. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇട്ടാൽ നിങ്ങൾ $500 $10,000 മിനിമം ആയിട്ടുണ്ടാവും. ഞാൻ റിയലിസ്റ്റിക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ 10, 20, 30 ഇരട്ടി വരും. ദാറ്റ്സ് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇവരാർക്കെങ്കിലും അറിയോ? ഇവരുടെ പേര് ഉഷ എന്നാണ്. വളരെയധികം ന്യൂസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം നിൽക്കുന്നത്, ഇദ്ദേഹത്തിന്റെ അച്ഛനുണ്ട്, ഉഷ എന്ന് പറഞ്ഞ ഈ ലേഡിയുടെ അച്ഛൻ 640 ഷെയർ, 420 ഷെയർ മേടിച്ചു ITCയുടെ, അദ്ദേഹത്തിന്റെ ഏർലി സ്റ്റേജുകൾ. ആ ഒരു ഏർലി സ്റ്റേജിൽ അദ്ദേഹത്തിന് 420 ഷെയർ മേടിച്ചിട്ട് അദ്ദേഹം കീപ്പ് ചെയ്ത് അന്നത്തെ വളരെ ചീപ്പ്, വളരെ കുറഞ്ഞ പൈസക്ക്. നിങ്ങൾക്കറിയാം 420 ഞാൻ ഒരു ഫിഗർ ഒന്നും അല്ല, ഒരു ഇൻവെസ്റ്ററൊക്കെ മേടിക്കണം 500, 1000 എങ്ങനെയൊക്കെ മേടിക്കാം. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് ആരോ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 420 ഷെയർ മേടിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് വളരെ തുച്ഛമായിട്ടുള്ള പൈസ വെച്ചിട്ട്. അങ്ങനെ ആ പൈസ വെച്ച് മേടിച്ച് അദ്ദേഹം അത് മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഇവർ വീടൊക്കെ നന്നാക്കാൻ നേരത്താണ് ഈ ഒരു പത്രം കിട്ടുന്നത്. അന്ന് ഷെയർ മേടിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ പത്രം മുദ്ര പേപ്പറിൽ പോലെ എഴുതി കൊടുക്കും. ആ 420 ഷെയർ സ്പ്ലിറ്റ് ചെയ്ത് 1,78,000 സംതിങ് ഷെയർ ആയിട്ട് മാറിയിട്ടുണ്ടെന്ന്. ഇന്ന് അതിന്റെ വാല്യൂ എത്ര? അന്ന് അദ്ദേഹം ചായ പൈസക്ക് മേടിച്ച ആ ഷെയറിന്റെ വാല്യൂ ഇന്ന് എത്രയെന്ന് അറിയും? 13.5 കോടി രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 13.5 കോടി രൂപ മറന്നുപോയ ചായക്കാശിന്റെ വാല്യൂ ആണ്. ദാറ്റ്സ് കോൾഡ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. യെസ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് പ്രോമിനന്റ് പോയിന്റ് ഇൻ ദിസ് സെഷൻ, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഈ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, എമർജൻസി ഫണ്ട് എന്നുള്ളൊരു ഫോക്കസിന്റെ എപ്പോഴും വേണം. 3 മാസം മുതൽ 6 മാസം വരെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പൈസ, നമ്മുടെ EMI, കുട്ടികളുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്തായിക്കോട്ടെ, അതെല്ലാം കവർ ചെയ്യാനുള്ള ഫണ്ട് എപ്പോഴും റെഡി അവൈലബിൾ ആയിരിക്കണം. ഈ പൈസ എടുത്തിട്ട് ഒരാൾക്കും കടം കൊടുക്കരുത്. ആ പൈസ ഓക്കെ ഏതായാലും എമർജൻസിക്ക് വെച്ചാൽ ഒരിക്കലും ചെയ്യരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത അബദ്ധമാണ്, ഇന്ന് വരെ എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല. ഓക്കെ, സോ ഈ സേവിങ്സ് ഒരിക്കലും എന്താ പറയുക, എമർജൻസി ഫണ്ട് നമ്മൾ ഒരിക്കലും ടച്ച് ചെയ്യരുത്. പിന്നെയുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ്. വാഹനങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്റ്റോക്ക്, ബോണ്ട്, മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ്, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാനൊരു ഇൻവെസ്റ്ററും കൂടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് സെഷൻ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് എങ്ങനെയാണ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എന്താണ് മ്യൂച്വൽ ഫണ്ട്, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം, എങ്ങനെ പോളിസി ചെയ്യാം. എനിക്ക് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മൾ എന്താ പറയുക, BMagic ഒരു സെഷനും കൂടെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഇഫ് യു നീഡ്, നിങ്ങൾക്ക് റിയലി ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, അതൊരു കടൽ പോലത്തെ ഒരു സംഭവമാണ്. നമുക്ക് ഫണ്ടൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യാം, ആൽഫ, ബീറ്റ, ഗാമ വാല്യൂകളൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാത്തടത്തോളം കാലം വി കനോട്ട് സർവൈവ് ഇൻ ദ ലാസ്റ്റ് അല്ലേ. അതുപോലെ റിയൽ എസ്റ്റേറ്റിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു പ്രത്യേകത ആണ്, നിങ്ങൾ എത്ര നേരത്തെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും പവർ അതിന് കൂടും. അതുപോലെ എത്ര നേരത്തെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതോ അത്രയും അതിന്റെ പവർ കൂടും എന്നുള്ളതാണ്. ഇതൊരു ഉദാഹരണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
SIP ഒരു 5000 രൂപ വെച്ചിട്ട് മിനിമം പറയുന്ന ഒരു 15% നമ്മളൊരു CAGR കിട്ടുന്നതിന് 20 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വെറും 5000 രൂപ മന്ത്ലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 12 ലക്ഷമായിരിക്കും. പക്ഷെ ആ പൈസയുടെ വാല്യൂ എന്തായിരിക്കും അറിയാം? 75 ലക്ഷം ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, 20 വർഷം കൊണ്ട് 12 ലക്ഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 75 ലക്ഷമായിരിക്കും. ഇനി ഞാനൊരു വേറൊരു സിറ്റുവേഷൻ പറയാണ്. നമ്മൾ ഇന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വയനാടൊക്കെ ഒരു നാച്ചുറൽ കലാമിറ്റി. നമ്മുടെ ലൈഫിന് ഒരു ഗ്യാരണ്ടി ഇല്ല. നമുക്ക് ഫാമിലി ഉണ്ട്, മക്കളുണ്ട്. ഒരു യൂസ് കേസ് എടുക്കാം. ഒരു വ്യക്തിക്ക് 1 വയസ്സായ ഒരു മകനുണ്ട്, അല്ലെങ്കിൽ 5 വയസ്സായ ഒരു മകനുണ്ട് എന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന് പെട്ടെന്നൊരു അപകടം പറ്റി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വീടില്ല, മക്കൾക്ക് വീടില്ല, ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു യൂസ് കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനൊന്നും SWP അദ്ദേഹം ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന പൈസ എന്ന് പറഞ്ഞാൽ 1 കോടിയായിരിക്കും മിനിമം കിട്ടാൻ പോകുന്നത്. അദ്ദേഹം അതിന് മാസം അടക്കേണ്ടത് വെറും 1000 രൂപ, അതിന്റെ താഴെയും അടച്ചാൽ 1 കോടി മിനിമം കവറേജ് കിട്ടും. അങ്ങനെ ഒരു കിട്ടിയ ഒരു കേസിൽ അദ്ദേഹം 50 ലക്ഷം കൊണ്ട് ഒരു സ്ഥലം വാങ്ങി വീട് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. 50 ലക്ഷം ഇതേ പറഞ്ഞ പോലെ ഏറ്റവും മിനിമം 15% കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ഒരു 15000 രൂപയുടെ മാസ ചെലവിന് മാസം അവർ പിൻവലിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് മാസം മുതൽ 15000 പിൻവലിച്ചാലും 25 വർഷം, അതായത് ആ ഒരു മകന് കല്യാണപ്രായം അല്ലെങ്കിൽ ആ മകൾക്ക് കല്യാണപ്രായം 25 വർഷം കഴിഞ്ഞിട്ട് അവര് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 50 ലക്ഷമാണ് ഇട്ടത്. ടോട്ടൽ വിത്ഡ്രോവൽ ഓൾറെഡി അവർ 45 ലക്ഷം പിൻവലിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഏത് ഈ 25 വർഷം കഴിഞ്ഞു. എന്നാലും അവർ അക്കൗണ്ടിൽ ഉണ്ടാവുന്ന പൈസ എത്ര ഉണ്ടാവും അറിയാം? 12,37,25,136. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ടേം ഇൻഷുറൻസ് വളരെ കുറഞ്ഞ പൈസക്ക് എടുത്താൽ അവരുടെ ഫാമിലി എത്രത്തോളം സെക്യൂർ ആണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഡെപ്റ്റ് എലിമിനേഷൻ. ടൈപ്പ് ഓഫ് ഡെപ്റ്റ്, ഗുഡ് ഡെപ്റ്റ്സ് ഉണ്ട്, ബാഡ് ഡെപ്റ്റ്സ് ഉണ്ട്. നല്ല കടമുണ്ട്, ചീത്ത കടങ്ങളും ഉണ്ട്. നല്ല കടങ്ങൾ അദാനി, അംബാനി ഇവരൊക്കെ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അവർ കോടികൾ കടമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ എത്രയോ 10 ഇരട്ടി ഉണ്ടാവും. നല്ല കടം എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് ഒരു നല്ല ബിസിനസ്സിനോ അതല്ലെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നല്ല കടം എന്ന് പറയും. ചീത്ത കടം എന്ന് പറഞ്ഞാൽ എന്താ? വെഹിക്കിൾ ലോൺ, ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത നമുക്ക് ബേർഡൻസ് ഉണ്ടാകുന്നത്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 2 സ്ട്രാറ്റജീസ് ആണ് ഡെപ്റ്റ് കുറക്കാനായിട്ട് ഉപയോഗിക്കാം. സ്നോബോൾ മെത്തേഡും അവലാഞ്ചി മെത്തേഡും. സ്നോബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കടങ്ങൾ വീട്ടുക. ഇപ്പൊ നമ്പർ ഓഫ് കടങ്ങൾ വീട്ടി കഴിഞ്ഞാൽ അത്രയും തലവേദന നമുക്ക് പറയും. പിന്നെ ഉള്ളതാണ് അവലാഞ്ചി മെത്തേഡ് എന്ന്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കടങ്ങൾ ആദ്യം അടക്കുക. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും നമ്മൾ അറിയാണ്ട്. പിന്നുള്ളതാണ് എപ്പോഴും ആരോ ചെയ്യുന്നത് ഫ്യൂച്ചർ ഡെപ്റ്റുകൾ, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് വരെ ഓരോ പറയുന്നതാണ് 45 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചാൽ മതി എന്ന് പറയും. ഈ 45 ദിവസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കടന്നു പോകുന്ന സംഭവങ്ങളാണ്. എൻ്റെ കയ്യിൽ 5 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. ഒരു ക്രെഡിറ്റ് കാർഡിന് പൈസ എടുത്തിട്ട് മറ്റേ ക്രെഡിറ്റ് കാർഡ് അടക്കുന്ന സിറ്റുവേഷൻ ആണ്. ഇന്ന് എൻ്റെ കയ്യിൽ ഒരൊറ്റ ക്രെഡിറ്റ് കാർഡിൽ ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രമുള്ളത് എൻ്റെ കമ്പനി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നത്, ഓഫേഴ്സിനും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒഴിവാക്കിയവർക്ക് തന്നെ ഒരുപാട് തലവേദന നമുക്ക് ഒഴിവായെന്നുള്ള. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പാസീവ് ഇൻകം സ്ട്രീംസ്. നമുക്ക് പല രീതിയിൽ ഡിവിഡൻഡ്, നിങ്ങൾ സ്റ്റോക്കുകളൊക്കെ മേടിക്കാൻ നിങ്ങൾക്ക് അറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ITR ഫയൽ ചെയ്തപ്പോൾ, ടാക്സ് ഫയൽ ചെയ്തപ്പോഴാണ് എന്നിട്ട് CA എന്നോട് പറഞ്ഞത്, എനിക്ക് ഇത്ര രൂപ നിന്റെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത്രയും ഡിവിഡൻഡ് എൻ്റെ കയ്യിൽ പൈസ വന്നിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ ബുക്കുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഓൺലൈനിൽ നിന്ന് പൈസ വന്നത്. പിന്നെ റെന്റൽ ഇൻകം നമുക്ക് ഒന്നും ചെയ്യാം. സോ ഈ പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഈ കോമ്പൗണ്ടിലൂടെ. ഫിനാൻഷ്യൽ പ്ലാൻ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറയുന്നത്, നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഗോൾ ഉണ്ട്. ഷോർട്ട് ടേം ഗോൾ, ലോങ് ടേം ഗോൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഔട്ടിങ്ങിന് പോകണം, ഒരു വേൾഡ് ട്രിപ്പ് ഒക്കെ, അതൊക്കെ ഷോർട്ട് ടേം ഗോളാണ്. സോ അതിന് വേണ്ടിയിട്ട് ആ രീതിയിലുള്ള ഫണ്ടുകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ ചെയ്യാം. പിന്നെ നമ്മൾ കറന്റ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാണ് അതിനനുസരിച്ചുള്ള പ്ലാനുകൾ ചെയ്യാം. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്താൽ മതി, അത് നമ്മൾ ആക്ഷൻ ആയിരിക്കണം. നമ്മൾ കറക്റ്റ് ഫണ്ട് നോക്കി ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും. അതുപോലെ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ആയിരിക്കും. ആ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മൾ എന്തിനാണ് നമ്മൾ പ്ലാൻ ചെയ്യണം. പിന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന 2 ബുക്കുകളാണ് ഏറ്റവും കൂടുതൽ ഫേമസ്. റിച്ച് ഡാഡ് പുവർ ഡാഡ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറുന്ന രീതിയിലാണ്, ഒരു പണക്കാരന്റെ മൈൻഡ് സെറ്റിലേക്ക് മാറുന്ന ബുക്കുകളാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. അതുപോലെ ദ മില്യൺ നെക്സ്റ്റ് ടൂർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിയാലോ? മനു സാറേ, നമ്മൾ അബ്ദുൾ റസാഖ് സാറൊക്കെ ഉണ്ട്, ഒരുപാട് ആയിട്ട് പരിചയമാണ്.
ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതാ ഞാൻ ഈ ഒരു പസിലിൽ ഇട്ടിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ. ആർക്കെങ്കിലും പറയാൻ പറ്റും നമ്മൾ ഇന്ന് പറഞ്ഞ കുറച്ച് 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്? ഇതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാം. ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഫോർമുലയിലൊക്കെ സംസാരിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇൻവെസ്റ്റ്മെന്റ്. വെരി ഗുഡ്, നൈസ്. ആരാ പറഞ്ഞത്? ശൈല. ആ, അർച്ചന, വെരി ഗുഡ്, അർച്ചന. നൈസ്. ഓക്കെ, നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 1. കറക്റ്റ് ദാ ഇൻവെസ്റ്റ്മെന്റ്. Power നെക്സ്റ്റ്. of compounding. ഓക്കെ, വെരി ഗുഡ്, പവർ ഓഫ് കോമ്പൗണ്ടിങ്. നെക്സ്റ്റ്, വെരി ഗുഡ്. ണ്ടോ? ഈ 50%, 30%, 20% റൂള് പറഞ്ഞില്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ സെഷൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ്. ഓക്കെ, നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാണ്. സോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പെൻസ്, ഡെപ്റ്റ്, ഇൻകം, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കവർ ചെയ്തിട്ടുള്ളത്, അല്ലെ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇതിന് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസ്. ഇനി നിങ്ങൾക്ക് ഇതൊക്കെയാണ് നമ്മളെ ഇൻവെസ്റ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ടൂൾസുകൾ എന്നാണ്. ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ബാങ്കുകളിലൂടെ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ സീറോ ബ്രോക്കേഴ്സ് ഉണ്ട്, അപ്സ്റ്റോക്സ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് റിസോഴ്സുകൾ നമുക്കുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് സെഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ രഞ്ജിത മാഡം അടിച്ചിട്ടുണ്ട് ഗുഡ് സ്റ്റെപ്സ് ടു ബാഡ് ഡെപ്സ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ചാറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. യു ക്യാൻ കോൺടാക്ട് അറ്റ് എനി ടൈം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഐ തിങ്ക് ഓവർ ടു യു. 6:15 and 2 minutes is late. ഓക്കെ, താങ്ക് യു സന്നിധി സർ. ദെൻ എന്തായാലും നല്ലൊരു സെക്ഷനാണ്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ക്ലിയർ ചെയ്യാം. സോ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ഹലോ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. സോ അതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹലോ സാർ, Yeah. ധനോജ് കുറഞ്ഞ മാജിക് മോർണിംഗ് കുറച്ച് സമയം കൊണ്ട് സാർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം എന്റെ ഒക്കെ ജീവിതം 50th സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കുറച്ചും കൂടി മുന്നേ കിട്ടേണ്ടതായിരുന്നു എനിക്കൊരു സംശയം. കാരണം അതെ. സേവിങ് എന്താണ്, നമ്മളെങ്ങനെ ചെലവാക്കണം പണം എന്നൊന്നും അറിയാത്ത കുറെ കാലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയത്. ഇപ്പോഴൊക്കെ ഇനി ഒരു 10 വർഷം കൂടി നമ്മളെ മുന്നിൽ വെക്കും. കാരണം ജോലിയിൽ ഇനി ഒരു 10 വർഷം കൂടി ഉള്ളൂ. ഈ 10 വർഷം കൊണ്ട് നമുക്ക് ഇനി എന്ത് സേവിങ് ആണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഞാൻ സാറിനെ പേഴ്സണലായിട്ട് വിളിക്കാം. പിന്നെ സാർ അതിൽ പറഞ്ഞതിൽ ഒരു പോയിന്റ് എനിക്ക് വളരെ കറക്റ്റ് ആയിട്ട് തോന്നിയത്, 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നമ്മൾ കോടീശ്വരനാണ്, 10-ാം തീയതിക്ക് ശേഷം പിന്നെ അങ്ങോട്ട് ഭിക്ഷക്കാരാന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. കാരണം എല്ലാ മാസവും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണത്. ഭിക്ഷക്കാരെക്കാളും കഷ്ടാവും ചില സമയങ്ങളിൽ. അതെ, ഞാനൊക്കെ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാരണം അതൊക്കെ വീഡിയോ പ്ലേ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു. 50 ഈസ് നോട്ട് ഒരു നമ്പറേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കോടികൾ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാനത് പ്ലേ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്തു. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ അയച്ചു തരുന്നുണ്ട് ആ ഒരു വീഡിയോ. അത് കണ്ടു നോക്കുക. 50 ഈസ് നോട്ട് ജസ്റ്റ് ലൈക്ക് ജസ്റ്റ് നമ്പർ. സാറേ, അപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഇനിയും ഇതിന്റെ ബാക്കി എന്നുള്ള പോലെ ഇനിയും ഉണ്ടാവാം. അപ്പൊ സാർ ഇനിയും ക്ലാസ് എടുക്കാൻ വരണം. ഷുവർ. അതാ ഞാൻ പറഞ്ഞത്. ഇൻവെസ്റ്റ്മെന്റ് പറ്റി സെപ്പറേറ്റ് ക്ലാസ് എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ് കിട്ടാറുണ്ട്. ഞങ്ങളെ ബഷീർ സാറുണ്ട്, ബഷീർ കാലിക്കറ്റ് സാറാണ് എടുക്കാറുള്ളത്. ഇതിനെപ്പറ്റി എടുക്കാറുണ്ട്. ഓക്കെ, ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് അയച്ചിട്ടുണ്ട്. യു ജസ്റ്റ് വാച്ച് ഇറ്റ്. നിങ്ങളുടെ 50 എന്നുള്ളത് ഒരിക്കലും ഒരു നമ്പർ ആയിരിക്കില്ല. ഓക്കെ, താങ്ക് യു സിന്ധു മാം. താങ്ക് യു സോ മച്ച്. Then Dhanuj sir. Hi sir. Yeah, hi. Sir, ഫിനാൻഷ്യൽ ഫ്രീഡം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത്.
അത് എങ്ങനെ നമുക്ക് കൈവരിക്കാം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. കുറെ കാര്യങ്ങൾ മനസ്സിലായി. മിക്ക ആൾക്കാരും ജോലി ചെയ്യാൻ വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നതല്ല. മിക്കവരും അതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് കോമ്പൗണ്ടിനെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചും നോളജിന്റെ കുറവ് കൊണ്ടാണ് മിക്കവരും ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്താത്തത്. മിക്കവരും ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ലേഡീസിന് ലോൺ കൊടുത്ത് തന്നെ മിക്ക ലേഡീസിന് മറ്റേ ഈ സാഫ് പോലത്തെ ലോണുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് പൈസ കിട്ടാൻ ഈ ലോൺ എടുത്ത് അപ്പുറത്തെ ലോൺ മറക്കും. ഇങ്ങനെ അതുകൊണ്ട് തന്നെ പലരും ഇപ്പോഴത്തെ ഒരു 50% പെണ്ണുങ്ങൾ, സാധാരണപ്പെട്ട സ്ത്രീകൾ ലോണുകൾ ഇങ്ങനെ കുടി കിടക്കുവാണ്. അപ്പം ഇങ്ങനത്തെ ക്ലാസ്സുകൾ പലപ്പോഴും അവർക്കും കൂടെ ഒരു മനസ്സിലാകുന്ന രീതിയിലാണ് സാറ് പറഞ്ഞത്. പിന്നെ സാറ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സാറ് പറഞ്ഞായിരുന്നല്ലോ, അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കിട്ടിയേ കൊള്ളായിരുന്നു. പിന്നെ ഓക്കെ, സ്റ്റോക്ക് നമുക്ക് മാർക്കറ്റ് അതിനെപ്പറ്റി ആലോചിച്ച് നോക്കാം. ഞാൻ റെഡിയാണ്. നമുക്ക് ബി മാജിക്കിൽ നമുക്കൊരു സെഷൻ വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് എ കൈൻഡ് ഓഫ് മാജിക്, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാത്രം ഇങ്ങനെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് ഡീറ്റെയിൽ കിട്ടിയേ കൊള്ളായിരുന്നു. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്തിട്ടില്ല, ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. പക്ഷെ എങ്ങനെ ചെയ്യണം എന്നുള്ള പിടുത്തമില്ല. ഓക്കെ, യാ ഷുവർ, ഡെഫിനറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഫോർ വാല്യുബിൾ ക്ലാസ്. ഓക്കെ, താങ്ക് യു ധനുഷ് സർ. ദെൻ നെക്സ്റ്റ് ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവോ? ഹലോ, ദെൻ നിങ്ങൾക്ക് ഡൗട്ട്സ് അല്ലെങ്കിൽ ഈ സെഷൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ സംസാരിക്കാം. സോ നിങ്ങൾക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. മണി സർ. മാജിക് മണി, സെൻവിൻ സർ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ക്ലാസ് ആണ്. നമ്മളെ ഇൻകം എക്സ്പെൻഡിച്ചർ എങ്ങനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാന്നുള്ളതും, പ്രത്യേകിച്ച് ഇൻകമിന്റെ വരുന്ന സമയത്ത് ആ ഇൻഫ്ലേഷന്റെ റേറ്റ് അത് നമ്മൾ മനസ്സിൽ വെക്കേണ്ടതും, അതിനനുസരിച്ചിട്ട് നമ്മളെ ഇൻകം കൂട്ടാനുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും, അതുപോലെ തന്നെ എക്സ്പെൻസസും ഡെപ്റ്റിന്റെ കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു നല്ല ഒരു ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള ആ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ശരിക്ക് ഉപകാരപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നല്ല ക്ലാസ് ആയിരുന്നു. പല സന്ദർഭങ്ങളിലും സാറ് അതിന്റെ കാര്യങ്ങൾ, അതായത് ഇൻകം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ അത് എങ്ങനെ എക്സ്പെൻസ് മാനേജ് ചെയ്തിട്ട് അത് നമ്മളെ കമ്മി കുറയ്ക്കാം, സേവിങ്സ് കൂട്ടാം, അതിന്റെ ആ ചാർട്ടിൽ 50% എങ്ങനെ നമ്മളെ നീഡ്സും വാണ്ട്സും തമ്മിലുള്ള വ്യത്യാസം എല്ലാം വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് സാർ. താങ്ക് യു വെരി മച്ച്. നല്ല ഉപകാരപ്പെട്ട ക്ലാസ് ആണ്. താങ്ക് യു മണി സർ. ഓക്കെ, താങ്ക് യു മണി സർ. ദെൻ ബഷീർ സർ. ബഷീർ സർ ഇപ്പൊ നോർമലി ഇത്തരം ടോപ്പിക്കിനെ കുറിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻഷ്യൽ ഫ്രീഡം ഇതിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആളാണ്. ഓ, സോ വെരി കാര്യങ്ങളൊന്നും സംസാരിക്കാവോ? ധൻരാജ് സാർ, ഞാൻ കുറച്ച് വൈകിപ്പോയി. മാജിക് മണി, ഞാൻ വേറൊരു പരിപാടിയിലായിരുന്നു. അപ്പോഴാണ് കുറെ കേട്ടു. ഞാൻ ലാസ്റ്റ് ഭാഗമാണ് കേട്ടത്. ഏതായാലും കേട്ട ഭാഗമൊക്കെ നന്നായിട്ടുണ്ട് സർ. നല്ല ഹൈലി ഇൻഫോർമേറ്റീവ് ആണ്. ഞാൻ 10-40 കൊല്ലമായിട്ട് ഇക്വിറ്റി മാർക്കറ്റിൽ അത്യാവശ്യം സേവ് ചെയ്യുന്നു. ഫ്രം 87 onwards. ഓ, നൈസ്. നല്ല നന്നായിട്ടുണ്ട് സർ ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ബഷീർ സർ. ദെൻ നെക്സ്റ്റ് ആർക്കെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ക്ലിയർ ചെയ്യാണ്ടോ? മാക്സിമം ഡൗട്ട്സ് ഒക്കെ അതിലുണ്ടെങ്കിൽ. മാജിക് മോർണിംഗ്. എന്റെ പേര് മേഘ. എനിക്കറിയാവുന്ന ഒരു സ്ത്രീയുണ്ട്. കാരണം എന്റെ ഒരു ബന്ധു തന്നെയാണ്. അവർക്ക് ഇങ്ങനെ ബന്ധുക്കൾ എല്ലാരും കൊടുക്കുന്ന കാശ് ഇങ്ങനെ അവരുടെ ബാഗിൽ തന്നെ വെച്ചുകൊണ്ട് നടക്കുക. കുറച്ചേറെ, എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇന്നാള് കണ്ടപ്പോ പറഞ്ഞു ഇങ്ങനെ കയ്യില് വെച്ചേക്കാതെ കൊണ്ട് ബാങ്കിൽ ഇടാം. പക്ഷേ അവരെന്നോടൊപ്പം ഇന്നലെ കണ്ടപ്പോ എന്നോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സേവിങ് ആയിട്ട് സ്കീം ഉണ്ടോ കൊണ്ടിടാൻ. അപ്പൊ എനിക്ക് ആകെ അറിയാവുന്നത് ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞു കൊടുക്കാനാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ഒരു സ്കീം ഉണ്ടാവോ സാർ? ഡെഫിനറ്റ്ലി. അവർക്ക് അതിന്റെ ഒരു എമൗണ്ടിന്റെ വാല്യൂ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവരുടെ സോഴ്സ് ഓഫ് ഇൻകം കാര്യങ്ങൾ നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി.
നിങ്ങൾ തന്നെ ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മേഘ മാം. ദെൻ നെക്സ്റ്റ് ഇനി ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാം. ഓക്കെ. ഹായ് സാർ, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ബഷീർ സാറിന്റെ നമുക്ക് ക്ലാസ്സുകൾ കിട്ടാറുണ്ട്, എന്നാൽ എത്ര കിട്ടിയാലും വീണ്ടും നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ SIPന്റെ ഒരു ഇത് വരുമ്പോൾ എനിക്ക് എപ്പോഴും കേൾക്കുമ്പോൾ വരുന്നൊരു ഡൗട്ടാണ്, എല്ലാവരും 20 years 30 years അങ്ങനെയാ പറയുന്നത്. ഈ ഒരു 5 to 10 years നമുക്ക് SIP യൂസ് ചെയ്യാൻ പറ്റില്ലേ? അതൊന്ന് ക്ലാരിഫൈ ചെയ്യൂ. ക്ലാരിഫൈ. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞാനൊരു 4 SIP ലാസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ CAGR ഇപ്പോൾ എന്ന് പറയുന്നത് 30% ആണ്. അപ്പം നമ്മൾ ആ ഫണ്ട് ചൂസ് ചെയ്യുന്നതും നമ്മുടെ എന്താണ് ഷോർട്ട് ടേം ഗോളാണോ ലോങ് ടേം ഗോളാണോ വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഫണ്ടിനെ ഡൈവേഴ്സിഫൈ ചെയ്യാം. ഇപ്പോൾ ഫണ്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ റിസ്കി ഫണ്ടുകളുണ്ട്, ഹൈ റിട്ടേൺ ഫണ്ടുകളുണ്ട്, അതുപോലെ ഒരു ഗ്രാജുവലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ഫണ്ട് പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈസി വിത്ഡ്രോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയുന്നത് 1 year ആണ് അവർ ലോക്കിംഗ് പീരീഡ് ചില സമയത്ത് പറയാം. ലോക്കിംഗ് പീരീഡ് ഒരു ഏത് സമയം നിങ്ങൾക്ക് പിൻവലിക്കാം, പക്ഷെ അതിനൊരു പെർസെൻറ്റേജ് ഒരു കമ്മീഷനായിട്ട് 1% കൊടുക്കേണ്ടി വരും. അതല്ലാതെ ഇപ്പോൾ ഫണ്ടുകൾ ഒരുപാടുണ്ട്, ഡെപ്റ്റ് വെൻഡേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഫണ്ടുകൾ നമുക്കുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല. അതെന്ന് വെച്ചാൽ കോമ്പൗണ്ടിങ്ങിന്റെ പവറാണ് പറയുന്നത്. 10 വർഷം 20 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തായിരിക്കും നിങ്ങളുടെ ഫണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ കോമ്പൗണ്ടിന് എപ്പോഴും ഞാൻ ഓൾറെഡി ആ സ്ലൈഡിൽ മെൻഷൻ ചെയ്താണ്, സമയം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പണം എൻലാർജ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് ഓൺലി ദ ഡിഫറൻസ്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. ദെൻ സൈനവിസിൻ സർ, നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാം പറഞ്ഞ പോലെ എത്ര കേട്ടാലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസം കൂടുമ്പോഴും അതിന്റെ ആവശ്യകതയും കൂടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സോ ഇതുപോലത്തെ നല്ലൊരു സെഷൻ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് സാറെ ഭാഗത്തുനിന്ന്. ഒരു കാര്യം പറയട്ടെ ഗോപിക, പറഞ്ഞു. സാറ് ക്ലാസ് എടുത്തതിനേക്കാളൊക്കെ ഉപരി എന്താ പറയാ, ഈ പ്രായത്തിലൊക്കെ, അതായത് ഇപ്പൊ സാറൊക്കെ ജീവിതം തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു പ്രായത്തിലൊക്കെ ഈ ഒരു ഫിനാൻഷ്യലിനെ കുറിച്ച് ഇത്രയും എന്താ പറയാ ബോധേഡാവുക, ഇങ്ങനത്തെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മൾ തന്നെ അതില് എത്രത്തോളം എന്താ പറയാ സേവിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന പോലെ നമുക്ക് ജീവിക്കാൻ നമ്മൾ പഠിക്കും. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടിയതുകൊണ്ട് ദൂർത്തടിച്ച് നടന്ന് സേവിങ് ഒന്നും ഇല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കേസുകളല്ലാതെ വലിയ വലിയ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പോലും കാശില്ലാതെ നമ്മൾ അവിടെ ഇവിടെ നടന്ന് തെണ്ടി പിരിവെടുത്ത് ജീവിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത്. അതിൽ നിന്നൊക്കെ ഉപരി ഈ പ്രായത്തിലും ഈ വക കാര്യങ്ങളൊക്കെ ഇതൊക്കെ പഠിച്ച് ഇതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അതിന് ഞാൻ സാറിന് ആദ്യം തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. എനിക്കും ഉണ്ട് 2 ആൺകുട്ടികള്. കാരണം വരുമാനം കിട്ടി അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. കിട്ടിയത് കൊണ്ട് അവര് ഇപ്പൊ ഊട്ടി എന്ന് പറയണ പോലെ അവര് അത് അന്ന് തന്നെ അടിച്ചു പൊളിച്ചാല് നടക്കില്ലല്ലോ. നമ്മളെ സേവിങ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിന് ഞാൻ കൂടുതൽ സാറിനോട് ഇഷ്ടം തോന്നുന്നു. കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയാലോ എന്നുള്ളത് ആലോചിച്ചിട്ട്. ഓക്കെ സാറേ, താങ്ക് യു. നല്ല ക്ലാസ്. താങ്ക് യു. ഓക്കെ മാം, ദെൻ എന്തായാലും നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സൈനുദ്ദീൻ സർ, താങ്ക് യു സോ മച്ച് സർ. ദെൻ എന്തായാലും സാറ് പറഞ്ഞ് ഇനി നമ്മളൊരു സെഷനും പ്രതീക്ഷിക്കുന്നുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് ടു ആൾ. എല്ലാവരും ലീവ് ചെയ്തോളൂ. താങ്ക് യു സർ, താങ്ക് യു ഓൾ. താങ്ക് യു. Thank you, sir. Thank you, sir. Thank you, sir. Thank you.